അല്ലെങ്കിൽ വയറ്റിലൊക്കെ ഒരു അസ്വസ്ഥതയുണ്ട്, തലവേദനയുണ്ട്, ഹെഡേക്ക് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരേ സൈഡ് എഫക്റ്റ് ആയിരിക്കത്തില്ല വരുന്നത്. ചിലപ്പോൾ എനിക്ക് വയറുവേദന ആയിരിക്കും വന്നത്. ഇപ്പോൾ അടുത്തൊരാൾ കണ്ടപ്പോൾ ചോദിച്ചു ജിമ്മിൽ പോകുന്ന ആളാണെന്ന് ചോദിച്ചു. അന്ന് ആണെന്ന് പറഞ്ഞു. സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് പറഞ്ഞു. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പം ഈ വയറുവേദനയുള്ള സമയത്ത് തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മഞ്ഞ കളർ. എൻ്റെ അടുത്ത് 1-2 പേര് യൂസ് ചെയ്തിട്ടുള്ള 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ കോമ്പറ്റീഷനിൽ ഇറങ്ങുന്ന ആൾക്കാർ തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നല്ല വാഷ്റൂമിൽ പോയിട്ട് നോർമലി വിരൽ വെച്ച് നമ്മൾ ഒമറ്റ് ചെയ്ത് കളയില്ല, അങ്ങനെ ഒമറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയത്. പിറ്റേന്നും അതുപോലെ. അതിപ്പോൾ 2 ദിവസം ഒരാളാണെന്ന് നമ്മളെ ബോഡിക്ക് മനസ്സിലാക്കി ആക്കിയതിന് ശേഷമാണ് ഞാൻ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുത്തു തുടങ്ങിയത്. എന്നിട്ട് പോലും എനിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അറിയില്ല, ഇതൊന്നും അറിയാതെയാണ് ഞാൻ അന്നെടുത്ത് അങ്ങനെ എടുത്തുകൊണ്ടാണ് എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാനും ഒരു മനുഷ്യരില്ല. ഞാനിത് എന്താ ചെയ്യുന്നത് അറിയും. ആ സമയത്ത് രാവിലെയും വൈകിട്ടും. പക്ഷേ ആ സമയത്ത് ഭയങ്കര ഫാഷനായിട്ട് കിടക്കും. എങ്ങനെയെങ്കിലും മസിലൊന്ന് ബിൽഡ് ചെയ്യണം, ബോഡി ഒന്ന് സെറ്റാക്കണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് യൂസ് ചെയ്ത് ഫസ്റ്റ് ടൈമിൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ. അപ്പം ഇപ്പം ജിമ്മിൽ ചെന്ന് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ ചെന്ന് നേരെ ജോയിൻ ചെയ്തിട്ട് പിറ്റേന്ന് തന്നെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് ഏതാ നല്ലത്, അല്ലെങ്കിൽ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എനിക്ക് എടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് അനിയന്മാരുണ്ട്. ഇപ്പോഴങ്ങനാണ്. ഇപ്പോൾ എല്ലാവർക്കും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റിനെ പറ്റിയിട്ട് എല്ലാവരും ഇപ്പോൾ ട്രെൻഡിങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ സപ്ലിമെൻറ്റിനെ പറ്റിയിട്ട്. ഇപ്പം ജിമ്മിൽ ചെന്ന് അഡ്മിഷൻ എടുത്ത ഉടനെ ചെന്ന് മിക്കുള്ളവരും തിരക്കുന്നത് ഏത് ബ്രാൻഡ് ക്രിയാറ്റിനാണ് നല്ലത്, അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഞാൻ എടുക്കാൻ പോവുക, ട്രെയിനർമാരത്തൊക്കെ ചെന്ന് ചോദിക്കും ക്രിയാറ്റിൻ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. ചിലർ അതുപോലും അറിയാതെയാണ് ചെന്ന് എടുക്കുന്നത്. ഞാൻ ജിമ്മിലേക്ക് പോയിരുന്ന സമയത്ത് ഈ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ജിമ്മിൽ ചെന്നിട്ട് ഒരു ഏകദേശം 3 കൊല്ലം ആവാറാവുന്ന സമയത്താണ് ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 2 കൊല്ലം, ഏകദേശം 2-2.5 കൊല്ലത്തോളം നല്ലപോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അത്രയും നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അപ്പം ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ, ഇപ്പോഴത്തെ അനിയന്മാരാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്ത് പിറ്റേന്ന് തന്നെ ക്രിയാറ്റിൻ എടുക്കുമല്ലോ. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2.5 കൊല്ലം ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്ത് ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നല്ല മസിലെല്ലാം ഹാർഡാക്കി നല്ല ഒരു ബോഡിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് നമ്മളെ ബോഡിക്ക് മനസ്സിലാക്കി ആക്കിയതിന് ശേഷമാണ് ഞാൻ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുത്തു തുടങ്ങിയത്. എന്നിട്ട് പോലും എനിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ഇതുവരെ ആർക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എങ്ങനെ എടുക്കേണ്ടെന്ന് അറിയാതെ ചെന്ന് എടുത്തിട്ട് സൈഡ് എഫക്റ്റ് മേടിച്ചിട്ടുള്ള ആളുകളാണ് കൂടുതൽ ആൾക്കാർ. ഇതുവരെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം എൻ്റെ അനിയന്മാരെ അറിയാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് വരെ ഒരു സപ്ലിമെൻറ്റ്സും അല്ലെങ്കിൽ ഒരു സാധനവും ആൾക്കാർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കത്തില്ല. നമ്മളത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഉപയോഗിക്കുന്ന രീതിയും പ്രോപ്പറായിട്ടുള്ള എടുക്കേണ്ട സ്കൂപ്പിൻ്റെ അളവും ഇതൊന്നും അറിയാതെ എടുക്കുന്നതുകൊണ്ടാണ് മിക്കുള്ള സപ്ലിമെൻറ്റും, ഈവൻ പ്രോട്ടീൻ പൗഡർ ആയിക്കോട്ടെ, അതുപോലും ആൾക്കാർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ സപ്ലിമെൻറ്റ്സ് ഒന്നും, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഇന്ന് വരെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് കേട്ടോ, അത് എടുക്കേണ്ട രീതി അറിയാതെ ചെന്ന് എടുത്തിട്ട് സൈഡ് എഫക്റ്റ് വാങ്ങി വെച്ചിട്ടുള്ളവരാണ് കൂടുതൽ ആൾക്കാർ കേട്ടോ. അപ്പം ഞാൻ അന്നും ഇതുപോലെ ക്രിയാറ്റിൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് ചെന്ന് മേടിച്ചു. ഏത് ബ്രാൻഡാണെന്നൊന്നും പറയുന്നില്ല, കാരണം എല്ലാ ബ്രാൻഡും ക്രിയാറ്റിനും എല്ലാ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും ഏകദേശം സെയിം തന്നെ കേട്ടോ. ചെറിയ അളവിൽ എന്തെങ്കിലും ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം കാണത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ. എല്ലാം ലാബ് ടെസ്റ്റും എല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഇന്ന ബ്രാൻഡാണ് നല്ലത്, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിലെ ക്രിയാറ്റിനാണ് നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം സെയിം സാധനം തന്നെ കേട്ടോ. ക്രിയാറ്റിൻ എല്ലാം സെയിം സാധനം തന്നെ. പക്ഷെ നമ്മൾ എടുക്കേണ്ട രീതിയൊന്നും നമുക്ക് അറിയാതെ ചെന്ന് വീഴുന്നതുകൊണ്ടാണ്, എടുക്കേണ്ടത് എങ്ങനെയാണെന്നും അറിയാതെ ചെന്ന് എടുക്കുന്നതുകൊണ്ടും ഒക്കെയാണ് റിസൾട്ട് കിട്ടാത്തതും പിന്നെ സൈഡ് എഫക്റ്റ് വാങ്ങിച്ചു കൂട്ടുന്നതും. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന അനിയന്മാർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ അത്രയും 2 കൊല്ലത്തിന് മേല് വർക്കൗട്ടെല്ലാം ചെയ്തിട്ട് നല്ല ബോഡിക്കെല്ലാം നല്ല ട്രെയിൻ കൊടുത്തിട്ടാണ് ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് ഇത് എടുക്കേണ്ട രീതിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ആ സമയത്ത് ഈ സാധനമൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ആരും ഉപയോഗിക്കത്തില്ല, പേടിയാണ്.
അതല്ല ആരും പറഞ്ഞു കൊടുക്കത്തുമില്ല. ഇതിനെ പറ്റിയിട്ടും നമുക്ക് അത്ര ധാരണയൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പോയി ജിമ്മിലൊന്നും സ്റ്റാർട്ട് ചെയ്ത ജിമ്മിലൊന്നും ഇതിനെ പറ്റിയിട്ട് ക്രിയാറ്റിൻ എടുക്കേണ്ട എങ്ങനെ, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊന്നും അത്ര ധാരണയുള്ള ട്രെയിനർമാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അതൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നെറ്റിൽ ഗൂഗിളിൽ നിന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇന്നിപ്പം ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്ത് പിറ്റേന്ന് തന്നെ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്ന അനിയന്മാരുണ്ട്. അപ്പം ഞാനിത് എടുത്ത് ഒരു ഒരാഴ്ച ആയിട്ടില്ല. ഒരാഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വയറുവേദന. ആദ്യം വയറുവേദനയായിട്ട് വരുന്നു. വയറുവേദന മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്ന സമയത്ത്. എന്നാൽ ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചുമ്മാ ഒന്ന് രണ്ട് ഇപ്പം ഈ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് അന്ന് ഇതിനെ പറ്റിയിട്ടൊരു ഇതുണ്ടായിരുന്നു. ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്നവർക്ക് കുറച്ച് മസിൽ ഗ്രോത്ത് സ്പീഡിലാവും, അതുപോലെ റിക്കവറി സ്പീഡിലാവും, പിന്നെ ഈ പറയുന്ന മസിൽ മാസൊക്കെ ബിൽഡാവും. അപ്പം മെയിനായിട്ട് ക്രിയാറ്റിൻ്റെ ബെനിഫിറ്റ് ഇതൊക്കെ തന്നെയാണ്. മസിൽ മാസ് ബിൽഡാവും, അതുപോലെ മസിൽ ഫാസ്റ്റ് റിപ്പയറിങ് ആയിരിക്കും, റിക്കവർ ആയിരിക്കും കേട്ടോ. മസിൽ പെട്ടെന്ന് റിക്കവർ ആവും, അതുപോലെ നല്ല എൻഡ്യൂറൻസ് ഒക്കെ കിട്ടും ക്രിയാറ്റിൻ. ചില ബ്രാൻഡൊക്കെ എനിക്ക് തോന്നുന്നു ഈ മസിൽ ടെക് ഉണ്ടല്ലോ, മസിൽ ടെക്കൊക്കെ നല്ല എൻഡ്യൂറൻസ് കിട്ടുന്നുണ്ട് മസിൽ ടെക്കിൻ്റെ ക്രിയാറ്റിനൊക്കെ കേട്ടോ. എൻ്റെ അടുത്ത് 1-2 പേര് യൂസ് ചെയ്തിട്ടുള്ള 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ കോമ്പറ്റീഷനിൽ ഇറങ്ങുന്ന ആൾക്കാർ തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നല്ല എൻഡ്യൂറൻസ് കിട്ടുന്നുണ്ട് മസിൽ ടെക്കിൻ്റെ ക്രിയാറ്റിനൊക്കെ. പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഒരു സപ്ലിമെൻറ്റ്സിനെ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല. സപ്ലിമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഇതൊക്കെ ഫുഡിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് കേട്ടോ. അതേമാതിരി കേൾക്കാൻ പറയുവാണ് ഇപ്പോൾ ഈ ക്രിയാറ്റിനും അല്ലെങ്കിൽ ഈ പ്രോട്ടീനും ഇതെല്ലാം ഫുഡിൽ നിന്ന് കിട്ടുന്നതാണ്. നാച്ചുറലായിട്ടുള്ള സാധനം തന്നെയാണ്. ക്രിയാറ്റിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങൾക്കൊന്ന് റെഡ് മീറ്റൊക്കെ ഉണ്ടല്ലോ, റെഡ് മീറ്റൊക്കെ ക്രിയാറ്റിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മേടിച്ച് കഴിയാൻ പൈസ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ട് തന്നെ ക്രിയാറ്റിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളം കഴിക്കുക. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് വെറുതെ പോയി എടുക്കണമെന്നില്ല. പേടിയുള്ള ആൾക്കാർ, ക്രിയാറ്റിൻ എടുത്താൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിയുള്ള ആൾക്കാർ നാച്ചുറലായിട്ട് തന്നെ ഫുഡിൽ നിന്ന് തന്നെ ക്രിയാറ്റിൻ എടുക്കുക കേട്ടോ. അപ്പം ഈ ക്രിയാറ്റിൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല വയറുവേദന, ഭയങ്കര വയറുവേദന. പറഞ്ഞുതരാൻ ആരുമില്ല, ഇത് എങ്ങനെ എടുക്കണ്ടേന്ന് പറഞ്ഞുതരാൻ ഒരു മനുഷ്യരില്ല. ഞാനിത് എന്താ ചെയ്യുന്നത് അറിയോ, ആ സമയത്ത് രാവിലെയും വൈകിട്ടും. ആ സമയത്ത് ഭയങ്കര ഫാഷനായിട്ട് കിടക്കും. എങ്ങനെയെങ്കിലും മസിലൊന്ന് ബിൽഡ് ചെയ്യണം, ബോഡി ഒന്ന് സെറ്റാക്കണം, സിക്സ് പാക്ക് അടിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്നൊരു മൈൻഡാണ്. രാവിലെ വർക്കൗട്ട് ചെയ്യും, രാവിലെ ഒരു പാർട്സിന് വർക്കൗട്ട് ചെയ്യും, വൈകിട്ട് ഒരു പാർട്സിന് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ രാവിലെ 1.5 സ്കൂപ്പ് കയറ്റി അങ്ങോട്ട് അടിക്കും എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് മസിൽ ബിൽഡ് ആവട്ടെ എന്ന് ഉള്ളൊരു ധാരണയിൽ പെട്ടെന്ന് ഒരു 1.5-2 സ്കൂപ്പൊക്കെ ആയിട്ടായിരിക്കും രാവിലെ അടിക്കുന്നത്. വൈകിട്ടും അതേപോലെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 2 സ്കൂപ്പാണ് പോകുന്നത്. ഞാനൊരു ഫസ്റ്റ് ടൈം എടുക്കുന്ന ഒരാളാണ് ക്രിയാറ്റിൻ എന്ന് വെച്ചാൽ അത്രയും വർക്കൗട്ട്, ബോഡിക്ക് അത്രയും ട്രെയിനിങ് ഒക്കെ ചെയ്ത് 2 കൊല്ലം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കണ്ടിന്യൂ വർക്കൗട്ട് ചെയ്ത ഒരാളായിട്ട് പോലും എനിക്ക് ക്രിയാറ്റിൻ്റെ എഫക്റ്റ് കയറി അടിച്ച്. പക്ഷേ ഭയങ്കര വയറുവേദന എടുത്തിട്ട് സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വയറുവേദന എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് നോർമലി എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ഫുഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. വയറിനൊക്കെ ആ സമയത്ത് ചെന്ന് അടിക്കുമായിരുന്നു. വയറിനൊക്കെ ഒരു 4-5 പട്ടമൊക്കെ അടിക്കുമായിരുന്നു, സിക്സ് പാക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അന്നൊന്നും അറിയത്തില്ല ഈ ഡെയിലി കിടന്ന് വയറിനടിച്ചാലൊന്നും ഗുണം ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഡയറ്റാണ് മെയിൻ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം വയറിനടിച്ചിട്ട് ചെന്ന് അതനുസരിച്ച് കഴിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. ഈ പാറ്റണങ്ങിയിട്ടുള്ള ഫുഡും വെളിയിൽ നിന്നുള്ള ഫുഡെല്ലാം കഴിക്കും, പൊരിപ്പും കുരിപ്പൊക്കെ കഴിക്കും. അതൊന്നും അറിയത്തില്ലല്ലോ, പറഞ്ഞു തരാൻ ആരുമില്ല. ഇപ്പം ഞാനിപ്പം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പം വയറിന് എന്ന് അടിക്കുന്നതുകൊണ്ടാണ് ഈ വയറുവേദനയെന്ന് ഞാൻ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ലൂസ് മോഷൻ അങ്ങോട്ട് തുടങ്ങി. ഒരു രക്ഷയില്ല, എന്ത് കഴിച്ചാലും അപ്പം പോയി കക്കൂസി പോവുക, അങ്ങ് കളയുക. അപ്പം ഇത് ഒരു 4-5 ദിവസം ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കേട്ടോ. ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ടാണ്. ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ ഇതുണ്ടല്ലോ, ഭയങ്കരമായിട്ട് നമുക്ക് വയറുവേദനയും ലൂസ് മോഷനോ, ഓടുക വരുക, വീണ്ടും ഒരു അരമണിക്കൂർ ഇരിക്കുക, വീണ്ടും ഓടുക. എന്ത് കഴിച്ചാലും കൂടുതൽ ഏത്തപ്പഴം കഴിക്കുമ്പോഴത്തേക്ക് പറയുന്നത് പോവാണ് കേട്ടോ. അങ്ങനെ എനിക്ക് എപ്പോഴേ ഡൗട്ട് തോന്നി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെ ജിമ്മിൽ പോകുന്നുണ്ട്. പുള്ളി കണ്ടപ്പോൾ ചോദിച്ചു ജിമ്മിൽ പോകുന്ന ആളാണെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് പറഞ്ഞു. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പം ഈ വയറുവേദന ഉള്ള സമയത്ത് തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മഞ്ഞ കളറായിരുന്നു കേട്ടോ. മഞ്ഞ കളർ. അത് എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം, വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം.
മൂത്രം ഒഴിക്കുമ്പോഴെല്ലാം മഞ്ഞ കളറാണ്. എന്നാൽ ഞാൻ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, എല്ലാം നോക്കുന്ന ആളാണ്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഈ പറഞ്ഞല്ലോ, ഒരു നേരമൊക്കെയാണ് മൂത്രം ഒഴിക്കുന്നത്, യൂറിനൊക്കെ ഒരു നേരമാണ് പാസ് ചെയ്യുന്നത്. പക്ഷേ പാസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇല്ല കട്ട മഞ്ഞ കളർ, ഇല്ല പണ്ടത്തെ ബിരിയാണിയുടെ കളറുണ്ടല്ലോ മഞ്ഞ കളർ, ആ കളർ, അതിലും മഞ്ഞ കടുത്ത കളറാട്ടോ. രസ്നയുടെയൊക്കെ ഒരു മഞ്ഞ കളറിൽ പഴയ ഒരു രസ്ന ഉണ്ടല്ലോ, അത് കലക്കിയിട്ട് വയ്ക്കുന്ന അതേപോലെ കടുത്ത കളറാട്ടോ. ഞാൻ ഡോക്ടറെ ചോദിച്ച് സപ്ലിമെൻറ്റ്സ് എന്ത് യൂസ് ചെയ്യുന്നുണ്ടോ മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. ഉണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞ്. എന്താ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറയും ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണെന്ന് പറഞ്ഞു. ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റാ, എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു രാവിലെ 2 സ്കൂപ്പ്, വൈകിട്ട് 2 സ്കൂപ്പ്, ഉച്ചയ്ക്ക് 1 സ്കൂപ്പ്, 3 നേരമില്ല മറ്റേ ഇതുപോലെ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇത് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ആരും പറഞ്ഞതല്ല, സ്വന്തമായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത് ട്രെയിനറെ കാണാൻ പറഞ്ഞു തന്നിട്ടാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഓരോ കണക്കുണ്ടെന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഈ സ്കൂപ്പിന് അളവുണ്ട്, അല്ലെങ്കിൽ എടുക്കേണ്ട രീതി, ഇത് അമിതമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി പറഞ്ഞ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് സേഫാണ്, നമ്മളെ ബോഡിക്ക് വേണ്ടുന്നൊരു ഘടകമാണ്. വർക്കൗട്ട് ചെയ്യുന്ന ആൾക്ക്, ഈ പറഞ്ഞ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്ക്, പിന്നെ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആൾക്ക്, പിന്നെ ഓടുന്നതും ചാടുന്നതും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് വേണം. കാരണം എൻഡുറൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അതിനൊക്കെ സ്റ്റാമിന, അതിനൊക്കെ ക്രിയാറ്റിൻ വേണം. അപ്പം പുള്ളി എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു വെള്ളം കുടിക്കണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കുടിക്കുന്നുണ്ട്, ഡെയിലി ഒരു 1-2 ഗ്ലാസ് കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി അത് എന്നിട്ട് പറഞ്ഞ് ചിരിച്ചിട്ട് പറഞ്ഞ് ഇതെല്ലാം എടുത്തിട്ട് ഇത്രയും വർക്കൗട്ടെല്ലാം ചെയ്തിട്ട് 2 ഗ്ലാസ് വെള്ളം, കൊള്ളാം നല്ല മോനെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. സംഭവം പിടികിട്ടിയല്ലോ. ക്രിയാറ്റിൻ എടുത്തിട്ട് ഞാൻ വെള്ളം കൂടി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ സാധനം വയറ്റിൽ കിടന്നിട്ട് വയറുവേദനയും, പിന്നെ എന്തങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ ലൂസ് മോഷനായിട്ട് അങ്ങോട്ട് പോവുക, നിൽക്കുന്നില്ല വയറ്റിൽ. വയറുവേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വയറുവേദന കേട്ടോ. ഒരു ദിവസം ഞാൻ തലയിൽ കൈവച്ചിരുന്ന് പോയിട്ടുണ്ട് വയറുവേദന കാരണം. ആ രീതിയിലുള്ള വയറുവേദന. കാരണം ഇതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ക്രിയാറ്റിൻ എടുക്കുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പം ഞാൻ വെള്ളം കൂടിയില്ല. അപ്പം ഇതിലൂടെ ഞാൻ എന്താണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയാറ്റിൻ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെയിലി ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് 3 ലിറ്റർ വെള്ളം ആക്കുക. 3 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ 4 ലിറ്റർ വെള്ളം ആക്കുക കേട്ടോ. അപ്പം വെള്ളം കുടിക്കാതിരിക്കില്ല. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ ഒരു 3 to 5 ഗ്രാം ക്രിയാറ്റിനെ പെർ ഡേ എടുക്കാവൂ, ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യാവൂ. ചിലവർ വിചാരിക്കും, ഇത് അറിയാത്ത ആൾക്കാർ വിചാരിക്കും, അറിയാത്ത എൻ്റെ അനിയന്മാർ വിചാരിക്കും ക്രിയാറ്റിൻ മസിൽ ബിൽഡാക്കുമല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് മസിൽ തരാനും മസിൽ ബിൽഡാക്കാനും നല്ല രീതിയിൽ അങ്ങോട്ട് എൻഡുറൻസിൽ വർക്കൗട്ട് ചെയ്യാനൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2-3 സ്കൂപ്പൊക്കെ ഇട്ടങ്ങോട്ട് അടിക്കും. ഡെയിലി ഇത് അടിക്കുന്ന ആലോചിച്ച് നോക്കി, എത്ര ഗ്രാം ക്രിയാറ്റിനാണ് ബോഡിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ വയറുവേദന, അതുപോലെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു സപ്ലിമെൻറ്റ്സ്, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഇന്ന് വരെ ആർക്കും സപ്ലിമെൻറ്റ്സ് ആയിട്ട് സൈഡ് എഫക്റ്റ് തന്നിട്ടില്ല. പക്ഷേ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട രീതി അറിയാതെയാണ് മിക്കുള്ളവരും സൈഡ് എഫക്റ്റ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത്. ഞാനും ഇപ്പം അന്ന് ഈ സൈഡ് എഫക്റ്റ് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെനിക്ക് എടുക്കേണ്ട രീതി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് എടുക്കുന്ന ഒരാൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു, എത്ര സ്കൂപ്പ് ഡെയിലി എടുക്കണമെന്ന് അറിയത്തില്ല. ഇതൊന്നും അറിയാതെയാണ് ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ഒരു 2 ആഴ്ച കൊണ്ടിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഡോക്ടറെ പോയി കാണാനും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്ന് പഠിച്ചു, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഇതിനെ അറിയാവുന്ന ഒരാളടുത്ത് ചോദിച്ചിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കുറച്ച് പഠിച്ചിട്ടാണ് പിന്നെ ഇത് പ്രോപ്പറായിട്ട് എടുക്കേണ്ട ഫോമൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ കുഴപ്പമില്ല. ഇപ്പം ഇതിനെ പറ്റിയിട്ട് എല്ലാ സപ്ലിമെൻറ്റ്സിനെ പറ്റിയിട്ട് എനിക്കറിയാം എങ്ങനെ എടുക്കേണ്ടത്, എങ്ങനെ ഉപയോഗിക്കേണ്ടത്, എടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്കറിയാം. അപ്പം മിക്കുള്ള അനിയന്മാരും ഇതൊന്നും അറിയാതെ ആയിരിക്കും ചെന്ന് എടുക്കുന്നത്. ഓരോ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് എനിക്ക് വയറുവേദനയുണ്ട്, അല്ലെങ്കിൽ വയറ്റിലൊക്കെ ഒരു അസ്വസ്ഥതയുണ്ട്, തലവേദനയുണ്ട്, ഹെഡേക്ക് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരേ സൈഡ് എഫക്റ്റ് ആയിരിക്കത്തില്ല വരുന്നത്. ചിലപ്പോൾ എനിക്ക് വയറുവേദന ആയിരിക്കും വന്നത്, ചിലപ്പോൾ അടുത്തൊരാൾക്ക് നല്ല ഹെഡേക്ക് ആയിരിക്കും വരുന്നത്. അതുപോലെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവുക, അങ്ങനെ ബോഡി ഹീറ്റ് ആവുക, അങ്ങനെ പല പല പ്രശ്നങ്ങൾ എല്ലാവരുടെയും ബോഡി ഹെൽത്ത് കണ്ടീഷനും ഒരേപോലെ ആയിരിക്കത്തില്ല, ബോഡി ടൈപ്പ് ഒരേപോലെ ആയിരിക്കത്തില്ല, കണ്ടീഷനും ഒരേപോലെ ആയിരിക്കത്തില്ല. ബോഡി കണ്ടീഷൻ പലർക്കും പല രീതിയിലായിരിക്കും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കാണിക്കുന്ന കേട്ടോ. പിന്നെ ലിവർ ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ക്രിയാറ്റിൻ എടുക്കേണ്ട രീതിയും അതിൻ്റെ അളവും എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. 3 to 5 ഗ്രാം പെർ ഡേ സേഫ് ആണ് കേട്ടോ. അപ്പം അതുപോലെ വെള്ളം
വെള്ളം ധാരാളം കുടിക്കുക. അപ്പോൾ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കുക. അപ്പം ബോഡിക്ക് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കുക, ഉറക്കം കൊടുക്കുക, വെള്ളം ധാരാളം കൊടുക്കുക. പിന്നെ എനിക്ക് ഇതുപോലെ ബേറ്റ അലാനിൻ സപ്ലിമെൻറ്റ്സിനകത്ത് ഇതുപോലെ ചെറിയൊരു സൈഡ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ അറിയാതെയാണ് എടുത്തത്. അറിവില്ലാതെ ചെന്ന് എടുത്തുകൊണ്ടാണ് ഇതുപോലെ പറ്റിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം അത് എഴുതിയേക്കുന്ന സ്കൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അളവിലും കൂടുതൽ കുറച്ചുകൂടെ പെട്ടെന്ന് മസിലൊക്കെ ഒന്ന് റിക്കവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ അളവ് കൂടുതൽ ഏകദേശം ഒരു സ്കൂപ്പും കുറച്ചും കൂടെ എടുത്തതേ ഉള്ളൂ. അപ്പം എടുത്തങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാൻ കയറുന്നതിന് മുമ്പ് എനിക്കുണ്ടല്ലോ തലയെല്ലാം കൂടെ പെരുത്തിട്ട് ബോഡി എല്ലാം കൂടെ ഹീറ്റായി പെട്ടെന്ന് വീർത്ത് തലയെല്ലാം കൂടെ അങ്ങ് പെരുത്തുണ്ടല്ലോ, തലയും കണ്ടും കറങ്ങാന്ന് പറയത്തില്ല, അതേപോലെ ആ ഒരു ഫീലായിട്ട് ഞാൻ അവിടെ ചെന്ന് ഇരുന്ന് അന്നത്തെ ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്തില്ല. എന്നിട്ട് വാഷ്റൂമിൽ പോയിട്ട് നോർമലി വിരൽ വെച്ച് നമ്മൾ ഒമറ്റ് ചെയ്ത് കളയില്ല, അങ്ങനെ ഒമറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയത്. പിറ്റേന്നും അതുപോലെ. അതിപ്പോൾ 2 ദിവസം എടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ എടുക്കുന്ന അളവ് കൂടുതലായതുകൊണ്ട് ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത അളവായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലായി. പിന്നെ ഞാൻ ഒരു സ്കൂപ്പ് ഇട്ടപ്പോഴും രക്ഷയില്ല, ഇതിനപ്പുറമാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്തത്, അര സ്കൂപ്പ് അതിലെഴുതിയേക്കുന്നതിലും അളവിലും താഴെയാണ് ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടിരുന്നത്. വെറും അര സ്കൂപ്പ് ഇട്ടുകൊണ്ടാണ് ബേറ്റ അലാനിൻ സപ്ലിമെന്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം അതിലൂടെ നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ ഉപയോഗിക്കേണ്ട രീതി, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയാത്തതാണ് ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകളൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ എൻ്റെ വീഡിയോ ഞാൻ ഈവനിങ് 3 മണിക്ക് അപ്ലോഡിങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും തിരക്കോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ, നെറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം, കാരണം അറിയാലോ ഇത്രയും എഡിറ്റിങ്ങും പിന്നെ അതുപോലെ നെറ്റ് സ്ലോ ഒക്കെ ആണെങ്കിൽ വീഡിയോ ഇടാൻ ലേറ്റ് ആവും. എന്തായാലും മാക്സിമം 3 മണിക്ക് ഇടാൻ, ഒരു 3 മണി കഴിഞ്ഞിട്ടൊന്നും ഇടാൻ സാധിച്ചില്ലെങ്കിൽ 6 മണിക്കാലും ഇടാൻ ശ്രമിക്കാം. മാക്സിമം ഒരു 6 മണിക്ക് മുമ്പ് പോകത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എക്സ്പീരിയൻസ് സപ്ലിമെൻറ്റ്സിനൊക്കെ പറ്റിയിട്ട് ഈ സപ്ലിമെൻറ്റ്സിനൊക്കെ പറ്റി ക്രിയാറ്റിനും ബീറ്റ അലാനിനും എടുത്ത് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.